ജപമാലയിലെ 7ാമത്തെ അപദാനം ദൈവവരപ്രസാദത്തിൻ്റെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. മദർ ഓഫ് ഡിവൈൻ ഗ്രേസ്, പ്രേ ഫോർ അസ്. മറിയത്തെ ഗബ്രിയേൽ ദൈവദൂതൻ വിളിച്ച് ആദരിക്കുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു ദൈവദൂതൻ ഒരു മനുഷ്യ സ്ത്രീയുടെ മുൻപിൽ ശിരസ് നമിച്ച് വണങ്ങുന്നു. കൃപ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ദൈവം കൃപയുടെ ദാതാവാണ്. യേശുക്രിസ്തു കൃപയുടെ നിറവാണ്. കൃപയുടെ നിറമായ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ മറിയം. തോമസ് അക്വീനാസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറയുന്നു: ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തവർക്ക് തൻ്റെ പ്രത്യേക കൃപയും പ്രത്യേക ദൗത്യവും ഭരമേൽപ്പിക്കുന്നു. അത് ഏറ്റവും ഉന്നതമായ രീതിയിൽ നിർവഹിച്ചത് പരിശുദ്ധ മറിയത്തിലാണ് എന്ന്. പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളും ദൈവത്തിൻ്റെ വലിയ ഉത്തരവാദിത്വം അമ്മ എന്ന നിലയിൽ ഏറ്റെടുക്കുകയും ചെയ്തവളാണ്. മാംസം ധരിച്ച വചനത്തെക്കുറിച്ച് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിലും പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണെന്നും ജീവനാണെന്നും വെളിച്ചമാണെന്നും ഉദ്ഭിത വചനമാണെന്നും അന്ധകാരത്തെ കീഴടക്കിയ വചനമാണെന്നും പറഞ്ഞ ശേഷം യോഹന്നാൻ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു: ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വവും നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞ വചനം. അങ്ങനെ പറയാം. പരിശുദ്ധ മറിയത്തെ വരപ്രസാദത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുമ്പോൾ കൃപ നിറഞ്ഞ ആ യേശുക്രിസ്തുവിൻ്റെ സംവാഹകയാണ് പരിശുദ്ധ മറിയം എന്ന രീതിയിൽ കൂടി നമ്മൾ പ്രഘോഷിക്കുകയാണ്. കൃപ നിറഞ്ഞവനെ വഹിച്ച അമ്മ എന്ന നിലയിൽ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നുണ്ട്: മറിയം യേശുവിനെ കൃപ നിറഞ്ഞ അവസ്ഥയിൽ വഹിച്ചത് അവളുടെ ഉദരത്തിൽ മാത്രമല്ല, അവളുടെ ഹൃദയത്തിൽ കൂടിയാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ ഉദരവും മറിയത്തിൻ്റെ ഹൃദയവും മറിയം പൂർണ്ണമായും ദൈവത്തിൻ്റെ കൃപയുടെ നിറവുള്ള വ്യക്തിയായിരുന്നു. കൃപ നിറഞ്ഞ ഈ അമ്മയോട് കൃപയ്ക്കായി മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം.